അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ ഹദറ മജ്ലിസൽ ഇൽമി ഫീ റമളാൻ കതബല്ലാഹു ലഹു ബികുല്ലി ഖദമിൻ ഇബാദത്തി സനാ. എന്റെ പ്രിയമുള്ളവരെ, വഅലിന്റെ സദസ്സിലേക്ക് ഇൽമ പഠിക്കുന്നതിന് വേണ്ടി അല്ലാഹു നിങ്ങൾക്ക് തന്ന ആയുസിൽ നിന്ന് അല്പം സമയം ചിലവഴിച്ചുകൊണ്ടങ്ങ് ദൂരെ നിന്ന് പോലും നടന്നു വന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ വഅലിന്റെ സദസ്സിലേക്ക് നിങ്ങൾ കടന്നു വന്നപ്പോൾ നിങ്ങൾ ചവിട്ടിയ ഓരോ ചുവട്ടടിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ ചുവട്ടടിക്ക് പകരം അല്ലാഹു 1 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം നിങ്ങൾക്ക് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ വഅലിന്റെ സദസ്സിലേക്ക് വന്നപ്പോൾ എത്രയോ കാല് ചവിട്ടിയിട്ടാണ് വന്നത്, എത്രയോ ചുവട്ടടി വെച്ചിട്ടാണ്. എന്റെ പ്രിയമുള്ളവരെ, റമളാനിന്റെ മഹത്വമതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനോട് മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാ. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹുവിനെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്, അല്ലാഹുവിനോട് സംസാരിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്. മൂസാ നബി എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. അങ്ങനെ അല്ലാഹു മൂസാ നബിക്ക് സംസാരിക്കുവാനുള്ള അവസരം കൊടുക്കുകയാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംസാരിക്കുകയാണ്. അവസാനം സംസാരിച്ചിട്ട് പിരിയുന്ന സമയമുണ്ടല്ലോ, മൂസാ നബി അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, ഹൽ അക്റംത അഹദൻ മിസ്ല മാ അക്റംതനീ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, ഞാനല്ലാതെ വേറൊരു പ്രവാചകനും നിന്നോട് സംസാരിച്ചിട്ടില്ലല്ലോ, ഞാനല്ലാതെ ഒരാളും ഇന്ന് വരെ നിന്നോട് നേരിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ. പടച്ചറപ്പേ, എന്നെക്കാളും മഹത്വമുള്ള ആരെങ്കിലും ഉണ്ടോ അല്ലാ? അല്ലാഹുവിനോട് സംസാരിച്ച മൂസാ നബി ചോദിക്കുകയാണ്, എന്നെക്കാളും മഹത്വമുള്ള ആരെങ്കിലും ഉണ്ടോ പടച്ചവനെ? ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നു, യാ മൂസാ